വിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ സീരീസിൽ ഒരുപാട് പുതിയ വേർഡ്സ് പഠിക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, അതിനു മുമ്പ് തന്നെ ഞാനൊരു കാര്യം പറയാണ്. നമ്മൾ ഈ വരുന്ന സാറ്റർഡേ സൺഡേ മുതൽ ഞാൻ ഓൺലൈനിൽ ട്യൂഷൻ പറഞ്ഞിരുന്നു നിങ്ങളോട്, കുട്ടികൾക്ക് 5, 6, 7 ക്ലാസ്സിലെ സ്റ്റേറ്റ് സിലബസിലെ മക്കൾക്ക്. അപ്പോൾ എനിക്ക് ഡയറക്റ്റ് ഓൺലൈനിൽ ഒരുപാട് പിള്ളേർക്ക് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ വിളിക്കുന്നവരെല്ലാവർക്കും നമുക്ക് എന്താ പറയുക എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ യൂട്യൂബിലൂടെ ഒരു ട്യൂഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് അതൊരു എളുപ്പമായിരിക്കും അല്ലേ. എല്ലാവർക്കും അല്ല, ഓൺലി 5th സ്റ്റാൻഡേർഡിന് മാത്രമാണ് കേട്ടോ. സ്റ്റേറ്റ് സിലബസിന്റെ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട്. കാരണം അവർക്കാണല്ലോ എഴുതാനും വായിക്കാനും ഒന്നും അറിയാതെ വന്നിരുന്ന് ഹിന്ദി പെട്ടെന്ന് തന്നെ പാഠപുസ്തകങ്ങൾ വായിക്കാൻ കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർ എഴുതാനും വായിക്കാനും അതോടൊപ്പം തന്നെ സ്കൂളിലെ പാഠഭാഗങ്ങളും കവർ ചെയ്യുന്ന വീഡിയോസാണ് ഈ വരുന്ന സാറ്റർഡേ മുതൽ. ഈ സാറ്റർഡേ സൺഡേ, എവറി സാറ്റർഡേ സൺഡേയും 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മക്കൾക്കുള്ള ട്യൂഷനായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ട്യൂഷന് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പാരൻസിൻ്റെ ഒപ്പം യൂട്യൂബിൽ നമുക്ക് പാഠഭാഗങ്ങളും അതുപോലെ എഴുതാനും വായിക്കാനും ഒക്കെ കവർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ശരി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ വേർഡ് എന്ന് പറയുന്നത് ജാന്ന എന്നാണ്. ജാന്ന ജാന്ന എന്ന് പറഞ്ഞാൽ എന്താ? അറിയുക എന്നാണ്. എത്ര പേർക്ക് അറിയാം? വേറെ ഒന്നല്ല, നമ്മൾ ഒരുപാട് ഹിന്ദിയിൽ വാക്കുകൾ കേട്ടിട്ടുണ്ട് അറിയുക എന്ന് പറയുന്നതിന്. മാലൂമേ, പത്താഹേ, ഇതൊക്കെ അറിയുക എന്നുള്ളതാണ്. ഇപ്പോൾ മേ ജാൻതാവൂ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം എന്നാണ്. മനസ്സിലായോ? അതുപോലെ തന്നെ മുജെ മാലൂം ഹേ എന്ന് പറഞ്ഞാലോ എനിക്കറിയാം. അതുപോലെ തന്നെ മുജെ പത്താഹേ എന്ന് പറഞ്ഞാൽ എന്താ? എനിക്കറിയാം. ഇനി പറയാണ് മുജെ ഹിന്ദി ആത്തി ഹേ. മുജെ ഹിന്ദി ആത്തി ഹേ എന്ന് പറഞ്ഞാലും ജാത്തി ഹേ എന്ന് പറഞ്ഞാലും എന്താണ്? എനിക്ക് ഹിന്ദി അറിയാമെന്നാണ്. അപ്പോൾ ഈ അറിയാം എന്നൊരു വാക്കിന് വേണ്ടി, ഒരർത്ഥത്തിന് വേണ്ടി ഇത്രയും വാക്കുകളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ജാന്ന എന്ന് പറഞ്ഞാൽ അറിയുക. ഓക്കെ, ശരി. ഇനി അടുത്തൊരു വാക്കാണ് ഡൂണ്ടന. ഡൂണ്ടന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ സീരീസിൽ അറ്റൻഡ് ചെയ്തവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും അല്ലേ? തിരയുക, ഡൂണ്ട. ഇപ്പൊ നമ്മുടെ പേന കാണാണ്ടായിപ്പോയി, അതല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ കാണാതായാൽ നമ്മൾ പറയും എന്തെന്ന്? അവിടെ തിരയണ്ട, അവിടെ ഞാൻ തിരഞ്ഞതാണ്. വഹാ മെനെ ഡൂണ്ടാത്ത. ഡൂണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ തിരഞ്ഞതാണ്. അല്ലെങ്കിൽ അവിടെ തിരയൂ, അവിടെ തിരയൂ. ഉദർ ഡൂണ്ടോ അല്ലെങ്കിൽ വഹാ ഡൂണ്ടോ എന്ന് പറഞ്ഞാൽ തിരയൂ എന്നാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഈ തിരയുക എന്നുള്ളൊരു വാക്കിന് കോച്ചിന എന്നൊരു അർത്ഥം കൂടിയുണ്ട്. ഒരു വേർഡും കൂടിയുണ്ട്, കോജിന. അതും തിരയുകയാണ്. അത് പക്ഷേ ഓരോ സിറ്റുവേഷനിലാട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നിധിയൊക്കെ തിരയാന്ന് പറയില്ലേ, നിധി ഡൂണ്ണ എന്നല്ല പറയാം, കോജിന എന്ന് പറയാം. അപ്പം മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇതിൻ്റെ ഡിഫറൻസ്. ഡൂണ്ണ എന്ന് പറഞ്ഞാലും കോജിന എന്ന് പറഞ്ഞാലും തിരയുക എന്നുള്ളൊരു അർത്ഥമാണ് വരുന്നത്. ഓക്കെ, ശരി. ഇനിയിപ്പോൾ ദേന ലേന. ദേന എന്ന് പറഞ്ഞാൽ എന്താണ്? ദേദോ, കൊടുക്കൂ. മുജെ ദേദോ, എനിക്ക് തരൂ. അപ്പൊ ഇവിടെ ഈ ദേദോ എന്ന വാക്കിന് 2 അർത്ഥം വന്നു അല്ലെ. അപ്പൊ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് 2 അർത്ഥം വരുന്ന ഒരു വാക്കാണിത് ദേദോ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഉസ്കോ ദേദോ, ഉസ്കോ ദേദോ. സിറ്റുവേഷൻ എന്താ? ഉസ്കോ, അവന്. അപ്പൊ അവിടെ ദേദോന് വന്നത് കൊടുക്കൂന്നാണ്, അവന് കൊടുക്കൂ. മുജെ ദേദോ, അപ്പൊ മുജെ എന്ന് പറഞ്ഞാൽ എനിക്കാണ് അല്ലെ. ആ സിറ്റുവേഷനിൽ ദേദോന് അർത്ഥം വന്നത് എനിക്ക് തരൂ എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? തരൂ എന്നാണ്. അപ്പൊ ഈ ദേദോ എന്നുള്ള വാക്കിന് നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് എന്ത് കൊടുക്കുന്നാണോ അല്ലെങ്കിൽ തരൂന്നാണോ എന്നുള്ളത്. മനസ്സിലായോ? ഇനി ലേലോ. ലേലോ എന്ന് പറഞ്ഞാൽ എടുക്കൂ. ലേലോ, ഇതെടുക്കൂ. മനസ്സിലാവുന്നുണ്ടോ? ലേലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കൂ. അപ്പൊ നമ്മൾ പറയാണ് ഓബി ലേലോ, അതും കൂടി എടുക്കൂ. അല്ലെങ്കിൽ ഓബി ദേദോ, അതും കൂടി തരൂ. ഇതാണ് ഇതിന്റെ ഡിഫറൻസ് കേട്ടോ. അപ്പൊ ഇത് മനസ്സിലാക്കുക, ദേദോ അതുപോലെ തന്നെ ലേലോ. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ ഡാൽന രഖ്ന. അറിയാലോ, ഡാൽന എന്ന് പറഞ്ഞാൽ ഇടുക എന്നാണ് അല്ലെ. രഖ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കുക. ഇതർ രഖോ, ഇവിടെ വെക്കൂ. ഇതർ ഡാലോ, ഇവിടെ ഇടൂ. വഹാ രഖോ, വഹാ ഡാലോ, അവിടെ ഇടൂ, അവിടെ വെക്കൂ. അപ്പൊ ഇതാണ് ഡാൽന രഖ്നയുടെ ഡിഫറൻസ്. ഇത് ഞാൻ പറഞ്ഞതാണ് ഒരു ക്ലാസ്സിൽ കേട്ടോ. ശരി. ഇനി ഒരു വാക്കാണ് ഗിർന. ഗിർന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഴുക എന്നാണ് കേട്ടോ. വീഴുക. അപ്പോൾ നമ്മളിപ്പോൾ പറയും അല്ലേ, ഓടല്ലേ വീഴും.
ദോഡോമത്. ദോഡ്ന എന്ന് പറഞ്ഞാൽ ഓടുക. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ദോഡ്ന ഓടുക. ഓടല്ലേ, ദോഡോമത്. മനസ്സിലായോ? വീഴും, ഗിർജായേക അല്ലെങ്കിൽ ഗിറേക. ഗിറേക എന്ന് പറഞ്ഞാലും വീഴും എന്നാണ് കേട്ടോ. നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നതാണ് ഗിറേക. അപ്പോൾ പനി നീച്ച ഗിറേക, വെള്ളം താഴെ വീഴും. നമ്മൾ ഗ്ലാസ് ടിക്സേ പക്കടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്സേ എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പിടിക്കും. പക്കടോ, പക്കടുന്ന എന്ന് ഉദ്ദേശിക്കുന്നത് പിടിക്കും എന്നാണ്. ഞാൻ ഓരോ വാക്കിൻ്റെ സെൻറ്റൻസ് പറയാം കേട്ടോ. ഇപ്പം ഇതിലിങ്ങനെ വന്നേ ഉള്ളൂ. ഇപ്പം നമ്മൾ പറയുന്ന സെൻറ്റൻസ് വാക്ക് ഗിർണയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഗിർണ എന്ന് പറഞ്ഞാൽ വീഴുക. ഇനിയിപ്പോൾ ഞാൻ വീണു, മേ ഗിർഗൈ. ഗിർഗൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണു, അതാണ് മേ ഗിർഗൈ. മനസ്സിലാവുന്നുണ്ടോ? ഇനിയിപ്പോൾ ഈ വാക്കാണ് ഫിസൽന. ഫിസൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെന്നുക. അപ്പോൾ തെന്നി വീണു എന്നാണെങ്കിൽ മേ ഫിസൽക്കർ ഗിർഗയ. മനസ്സിലായോ? ഗിർഗൈ ഗിർഗയ, അത് നമ്മൾ സ്ത്രീലിംഗാണോ പുല്ലിംഗാണോ അതാണ് കേട്ടോ. മേ ഫിസൽക്കർ ഗിർഗയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തെന്നി വീണു എന്നായി. മനസ്സിലായോ? ഇനി നമ്മളിപ്പോൾ പറയില്ലേ സൂക്ഷിച്ചു പോ, സൂക്ഷിച്ചു പോ, തെന്നി വീഴും അല്ലേ? തെന്നും അങ്ങനെ പറയും, മക്കളോടൊക്കെ പറയില്ലേ? സൂക്ഷിച്ചു പോ എന്ന് പറയുന്നതിന് ധ്യാൻസേ ചലോ, ധ്യാൻസേ ചലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂക്ഷിച്ച് നടക്ക്. ഫിസൽ ജായേക, ഫിസൽ ജായേക എന്ന് വെച്ച് കഴിഞ്ഞാൽ തെന്നും. മനസ്സിലാവുന്നുണ്ടോ? ഫിസൽന. ഇനി അതുപോലെ ഞാൻ അവിടെ തെന്നി വീണു എന്നാണ് പറയണെങ്കിലോ മേ വഹാം ഫിസൽക്കർ ഗിർഗൈ ഗിർഗയ. ഓക്കെ, അപ്പൊ ഇതാണ് ഫിസൽന. ഇനിയാണ് പിഗൽന. പിഗൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൽറ്റ് ആവുക. ഈ ചെറിയ ചെറിയ വാക്കുകൾ നമ്മൾ പഠിച്ചു തന്നെ ഇരിക്കണം. കാരണം നമുക്കിത് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ആവും. ഇതിൻ്റെ അർത്ഥം ഇതാണോ, ഇതിൻ്റെ അർത്ഥം ഇതാണോ? നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ സീരീസിൽ ആളുകൾ ചെയ്ത പോലെ തന്നെ നോട്ട്ബുക്ക് എടുത്ത് നോട്ട്ബുക്കിൽ നോട്ട് ചെയ്ത് വെച്ച് ഇതിൻ്റെ അർത്ഥങ്ങൾ പഠിച്ച് തന്നെ വെക്കണം. പിന്നെ വളരെ ഈസിയാണ് സത്യത്തിൽ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ മനസ്സിലാക്കി വെക്കാം. ഓക്കെ, പിഗൽന. പിഗൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൽറ്റ് ആവുക എന്നാണ്. മെൽറ്റ് ആവുക. ഓക്കെ, ഇപ്പം നമ്മൾ ഐസ്ക്രീമൊക്കെ മെൽറ്റ് ആവില്ലേ? മക്കൾക്ക് ഇപ്പോൾ ഐസ്ക്രീം മേടിച്ചെടുത്ത് നമ്മൾ പറയാണ് വേഗം കഴിക്ക്, അത് മെൽറ്റ് ആവും. എങ്ങനെയാ പറയാ? വേഗം കഴിക്ക്, അത് മെൽറ്റ് ആകും. ജൽദി കാവോ, നഹി എത്തോ വോ മെൽറ്റ് പിഗൽ ജായേഗ. है ജൽദി കാവോ വോ പിഗൽ ജായേഗ. പിഗൽ ജായേഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൽറ്റ് ആയി പോകും, ഉരുകിപ്പോകും. അതാണ് കേട്ടോ. പൈസ കുരുക എന്ന് പറയില്ലേ? അതിനാണ് ബറഫ്. ബറഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാശ്മീരിലൊക്കെ മഞ്ഞുരുക. പിഗൽന എന്നാണ് പറയാം. പിഗൽന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുകുക. ഓക്കെ, ശരി. അടുത്ത വാക്കാണ് ദക്കാദേന. ദക്കേല എന്ന് പറയും കേട്ടോ. ദക്കാദേന. ദക്ക എന്ന് ഉദ്ദേശിക്കുന്നത് പുഷാണ്. നമ്മൾ ഈ പുഷ് ആൻഡ് പുള്ളുണ്ടല്ലോ, അതിൽ പുഷാണ് ദക്ക. ഇപ്പൊ കുട്ടികൾ ഇപ്പൊ പറയണേ, നമ്മൾ ബസ്സിലൊക്കെ പറയും എന്നെ തള്ളല്ലേ എന്ന് പറയില്ലേ? മുജെ ദക്ക മദ്ദോ, ദക്ക മദ്ദോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തള്ളല്ലേ, അതാണ് കേട്ടോ. ഇനിയിപ്പോ ജോർസെ ദക്കാദോ, ജോർസെ ദക്കാദോ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളിപ്പോ മേശയെ കുന്തുമ്പോ നല്ല സ്ട്രോങ് ആയിട്ട് തള്ളു എന്ന് പറയില്ലേ? അതാണ് ജോർസെ എന്ന് ഉദ്ദേശിക്കുന്നത്. ജോർസെ നന്നായി എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ജോർസെ ദക്കാദോ. പിന്നെന്താ മക്കളൊക്കെ വന്നു പറയല്ലേ? അവനെന്നെ തള്ളി അല്ലേ? മുജെ ദക്കാദിയ, ദക്കാദിയ, ഉസ്നെ മുജെ ദക്കാദിയ, അവൻ എന്നെ തള്ളി. അപ്പൊ ഇതാണ് ദക്ക കേട്ടോ, ദക്കാദേന. ഇനി അതുപോലെ തന്നെ പുള്ളല്ലേ, പുഷു പറഞ്ഞു. ഇനി പുള്ള് എന്ന് പറഞ്ഞാൽ കീഞ്ചിന എന്നാണ്. കീഞ്ചിന. കീഞ്ചിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിക്കുക എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ജോർസ് ദക്കാദേതോ എന്ന് പറഞ്ഞ പോലെ ജോർസെ കീച്ചോ, അല്ല മുറുക്കി വലിക്കുന്നു പറയില്ലേ? ജോർസെ കീച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി വലിക്കുക എന്നാണ്. അപ്പൊ വലിക്കുക എന്നുള്ള അർത്ഥത്തിനാണ് കീച്ചിന എന്ന് പറയുന്നത്. ഇനി അതുപോലെ നമ്മൾ പറയല്ലേ, നീ നന്നായിട്ട് തള്ളു, നീ തള്ളു, ഞാൻ വലിക്കാം. മനസ്സിലാവും? നീ അവിടെ നിന്ന് തള്ളു, ഞാൻ ഇങ്ങോട്ട് വലിക്കാം. തും ദക്കാ ദോ മേ കീച്ച്താ ഹൂം. തും ദക്കാ ദോ മേ കീച്ച്താ ഹൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ തള്ളു, ഞാൻ വലിക്കാം. അതാണ്. മനസ്സിലായി? അപ്പൊ ഈ രണ്ട് വാക്കും കൂടി വരുന്നൊരു സെന്റൻസ് ആണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇതാണ് കീച്ചിന, വലിക്കുക. ഓക്കെ, ശരി. ഇനി അടുത്ത വാക്കാണ് തേർന. തേർന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീന്തുക, സ്വിമ്മാണ് കേട്ടോ. നീന്തുക എന്നാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് നീന്താൻ അറിയാം. മേം തേർ സക്താ ഹൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീന്താൻ കഴിയും.
എന്നാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഡൂബ്ന ഡൂബ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുങ്ങുക എന്നാണ്. ഇപ്പം നമ്മൾ പറയില്ലേ മുങ്ങിപ്പോകും, ഡൂബ് ജായേഗ, ഡൂബ് ജായേഗ. അതുപോലെ തന്നെ മുങ്ങി എന്നാണെങ്കിൽ ഇപ്പം കപ്പൽ മുങ്ങി എന്നൊക്കെ പറയുമ്പോൾ ജഹാസ് ഡൂബ് ഗയ, ജഹാസ് ഡൂബ് ഗയ, മുങ്ങി, അതാണ് കേട്ടോ. ഇനി അടുത്തത് ഭൂൽന. ഭൂൽന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറക്കുക എന്നാണ് കേട്ടോ, മറക്കുക. അപ്പോൾ ഇപ്പം ഞാൻ പറയാണ് ഞാൻ മറന്നുപോയി, മേം ഭൂൽ ഗയി, മേം ഭൂൽ ഗയി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറന്നുപോയി എന്നാണ് കേട്ടോ. ഇനിയിപ്പോൾ പറയാണ് ഞാനത് മറന്നു പോകും, നമ്മൾ എഴുതി വെച്ചേക്കാം, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും എന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ മറന്നു പോകും എന്ന് പറയാനായിട്ട് ഭൂൽ ജായേഗ, ഫ്യൂച്ചർ അല്ലേ, പോകും അല്ലേ, മറന്നു പോകും. ഭൂൽ ജായേഗ, മേം ഭൂൽ ജാവൂങ്ക അല്ലെങ്കിൽ ഭൂൽ ജാവൂങ്കി. ഓക്കെ, അപ്പോൾ ഇതാണ് ഭൂൽന. അടുത്തത് കാട്ട്ന. കാട്ട്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാട്ട്ന ഉണ്ട് കേട്ടോ. ഒന്ന് നമ്മൾ കട്ട് ചെയ്യില്ലേ, കട്ട് ചെയ്യുന്നതിന് കാട്ട്ന എന്നാ പറയാ. ഇപ്പോൾ മേ സബ്ജി കാട്ട് രഹി ഹൂം, സബ്ജി എന്ന് പറയുന്നത് പച്ചക്കറി കേട്ടോ, സബ്ജി എന്നാണ് വെജിറ്റബിളിനെ ഹിന്ദിയിൽ പറയാം. സോ മേ സബ്ജി കാട്ട് രഹി ഹൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെജിറ്റബിൾ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ കാട്ട്ന കട്ട് ചെയ്യുക. ഇനി ഒരു കാട്ട്ന ഉണ്ട്, എന്നിട്ടാണ് കടിക്കുക, കടിക്കുക. മുജെ കുച്ച് കാട്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ മുജെ കുച്ച് കാട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ എന്തോ കടിച്ചു എന്നാണ്. അപ്പോൾ കാട്ട്നാക്ക് 2 അർത്ഥം വരുന്നുണ്ട് അല്ലേ, കടിക്കുക എന്നുള്ളത് കൊണ്ട്. അതുപോലെ തന്നെ സബ്ജി, അത് രണ്ടും പറയുമ്പോൾ നമുക്ക് മിസ്റ്റേക്ക് തോന്നും, കൺഫ്യൂഷൻ തോന്നും. സിറ്റുവേഷനിൽ അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഇനി അടുത്തതാണ് ഡറാന. ഡറാന എന്ന് പറയുന്നത് പേടിപ്പിക്കുക, ഭയപ്പെടുത്തുക എന്നതാണ് കേട്ടോ. ഇപ്പം നമ്മൾ പറയും നീ എന്നെ പേടിപ്പിച്ച് കളഞ്ഞു, തൂനെ മുജെ ഡറാ ദിയ, ഡറാ ദിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേടിപ്പിക്കുക. ഓക്കെ, അല്ലെങ്കിൽ ആപ്നെ മുജെ ഡറാ ദിയ, താങ്കൾ എന്നെ പേടിപ്പിച്ചു. ഓക്കെ, പേടിപ്പിച്ച് കളഞ്ഞെന്നൊക്കെ പറയില്ലേ, അതാണ്. അപ്പോൾ മേ ഡർ ഗയി, മേ ഡർ ഗയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പേടിച്ചു പോയി. അപ്പോൾ അവിടെ ഡർ ആണ് വന്നത് കേട്ടോ. ഡർ, ഡർ എന്ന് പറയുന്നത് ഭയം എന്നാണ് അർത്ഥം. ഡർ, പേടി. ഓക്കെ, അപ്പോൾ മേം ഡർ ഗയി എന്ന് പറയുമ്പോൾ ഞാൻ പേടിച്ചു പോയി. ഡറാന എന്ന് പറയുമ്പോൾ ഭയപ്പെടുത്തി, മനസ്സിലായോ, ഭയപ്പെടുത്തുക, അതാണ് അതിന്റെ ഡിഫറൻസ്. ഡർന, ഡറാന. ഓക്കെ, ഇനി ഒരു എന്താ പറയുക കമന്റ് എന്നാണ് കേട്ടോ. രഹന, രഹനേതോ, എന്താ ഡിഫറൻസ് എന്നാണ് ചോദിച്ചത്. രഹന എന്ന് പറയുന്നത് താമസിക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പൊ നമ്മൾ ചോദിക്കില്ലേ ഒരാളോട് താങ്കൾ എവിടെയാണ് താമസിക്കുന്നത്, ആപ് കഹാം രഹത്തെ, ആപ് കഹാം രഹത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കൾ എവിടെയാണ് താമസിക്കുന്നത് എന്നാണ്, മനസ്സിലായോ. രഹന, താമസിക്കുക. അതുപോലെ തന്നെ രഹനേതോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രഹനയും ഈ രഹനയും ഡിഫറൻസ് ആണ്. രഹനേതോ എന്ന് പറഞ്ഞാൽ വിട്ടുകളാ. ഇപ്പൊ എന്തെങ്കിലും ആൾക്കാർ തമ്മിൽ അടി കൂടുമ്പോൾ നമ്മൾ പറയും എങ്ങനെ, വിട്ടുകളാ രഹനേതോ, അങ്ങനെ പറയും, മനസ്സിലായോ. അതല്ല, ഇനിയിപ്പോൾ നമ്മൾ രഹനേതോ, ഇപ്പം നമ്മൾ ആർക്കെങ്കിലും പൈസയൊക്കെ കൊടുത്തു, എനിക്ക് തരാൻ പറ്റിയില്ല കേട്ടോ, ഈ പറഞ്ഞ ടൈമിൽ തരാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ രഹനേതോ, രഹനേതോ. അപ്പോൾ പല സിറ്റുവേഷനിലും നമ്മളിങ്ങനെ രഹനേതോ യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ പറയണം ഒരാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളോട് കൊണ്ടുവരാനായിട്ട്, അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് എടുക്കാൻ മറന്നു പോയടാ, നാളെ എടുത്തിട്ട് വരാം, രഹനേതോ, മനസ്സിലാവുന്നുണ്ടോ. അപ്പം അങ്ങനെ ഒരു അർത്ഥാക്കുന്ന വാക്കാണ് രഹനേതോ. അപ്പം ഇതാണ് രഹന, രഹനേതോ. ഇനി അതുപോലെ തന്നെ വിട്ടുകള എന്ന് പറയുന്ന മറ്റൊരു വാക്കാണ് ചോടുന. ചോടുന എന്ന് പറഞ്ഞാലും വിട്ടുകള, പക്ഷെ അതിന്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ പറയില്ലേ എന്നെ വിടൂ, നമുക്ക് ഇത്തിരി ദേഷ്യത്തിലൊക്കെ പറയില്ലേ ചോടോ മുജെ, ചോടോ മുജെ, എന്നെ വിടൂ, അതാണ്. അല്ലെങ്കിൽ ഉസെ ചോടോ, അവനെ വിടൂ, അങ്ങനെ വിടൂ എന്ന് പറയുന്നതിനാണ് ഈ ചോടിനെ ഉപയോഗിക്കുന്നത് കേട്ടോ. രഹനേതോ വേറൊരു വിട്ടുകളയാണ്. അത് നിങ്ങൾ സിറ്റുവേഷൻസിൽ നമുക്ക് ഇതിനെ പോകെ പോകെ മനസ്സിലാവും നമ്മൾ സെന്റൻസുകൾ സംസാരിക്കുമ്പോൾ കേട്ടോ. ശരി, അടുത്തൊരു വാക്കാണ് ഖരീദിന. ഖരീദിന എന്ന വാക്കിന്റെ അർത്ഥം വാങ്ങുക എന്നാണ്. ഇപ്പൊ എനിക്ക് സാധനങ്ങൾ വാങ്ങണം എന്ന് പറയുകയാണെങ്കിൽ മുജെ സാമാൻ ഖരീദിനാഹെ, സാധനങ്ങൾ, സാമാൻ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. അപ്പൊ മുജെ സാമാൻ ഖരീദിനാഹെ എന്ന് പറഞ്ഞാൽ എനിക്ക് സാധനങ്ങൾ വാങ്ങണം, അല്ലെങ്കിൽ കപ്പട ഖരീദിനാഹെ, കടം വാങ്ങണം, മനസ്സിലാവുന്നുണ്ടോ. അപ്പൊ ഖരീദിന എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ വാങ്ങുക എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, ശരി. ഇനിയിപ്പോ നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞതിൽ പറഞ്ഞിരുന്നു നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിൽ നമ്മൾ തുപ്പുക, സ്പിറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞില്ല, തൂക്കന എന്ന് പറയാം. തൂക്കന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുപ്പുക, തൂക്കന. ഇപ്പൊ നമ്മൾ പറയില്ലേ തുപ്പരുത്, തൂക്കോ മത്, ഇവിടെ തുപ്പരുത് എന്ന് എഴുതി വെച്ചില്ല, യഹാ തൂക്കോ മത്, മത് തൂക്കോ, അങ്ങനെ പറയാം കേട്ടോ.
സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. കുറേ അർത്ഥങ്ങൾ നമ്മൾ നോക്കി, കുറേ പേർക്ക് ഇത് റിവിഷനായിട്ട് വന്നിട്ടുണ്ട്, കുറേ പേർക്ക് ഇത് ന്യൂ വേർഡ്സ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാം. കമൻറ്റ് ചിലപ്പോൾ ഒക്കെ ഒന്ന് റിപ്ലൈ വൈകും കേട്ടോ, കാരണം ഞാൻ നല്ല ബിസിയിലാണ്, അതുകൊണ്ടാണ്. പക്ഷേ എല്ലാവർക്കും റിപ്ലൈ തന്നിരിക്കും. ഓക്കെ, ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഞാൻ റിപ്ലൈ വിടാറുണ്ട്. സോ എന്നും പറയുന്ന പോലെ തന്നെ ആരെങ്കിലും നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. മറ്റുള്ളവരിലേക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നല്ല സപ്പോർട്ട് എനിക്ക് നിങ്ങൾ തരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടി ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.